കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പൊട്ടിത്തെറി ഉണ്ടായതിനെ തുടർന്ന് സീൽ ചെയ്ത PMSSY ബ്ലോക്ക് ഇന്നു മുതൽ ഭാഗികമായി തുറക്കും. 6 നില കെട്ടിടത്തിലെ 2 മുതലുള്ള നിലകളാണ് തുറക്കുന്നത്. അതേസമയം ആശുപത്രിയിലെ മെഷീനുകളുടെ അറ്റകുറ്റ ചുമതലയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിൽ നിന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിവരങ്ങൾ തേടും. UPS പൊട്ടിത്തെറിച്ച് പുക പടർന്നത് ബാറ്ററിയിൽ നിന്നുള്ള ഇന്റേണൽ ഷോർട്ടേജ് മൂലമെന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പ്രാഥമിക റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചിരുന്നു. ഒരു ബാറ്ററി ചൂടായി വീർക്കുകയും പിന്നീട് പൊട്ടിത്തെറിച്ച് തീ പടർന്നെന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. 34 ബാറ്ററികളാണ് കത്തിയത്. ഷോർട്ടേജിനെ സംബന്ധിച്ചും ആ സമയം നടന്ന മരണങ്ങളെപ്പറ്റിയും അന്വേഷണം തുടരുകയാണ്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, പോലീസ്, 5 അംഗ മെഡിക്കൽ സംഘം എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധനയും തുടരുന്നുണ്ട്. ബയോമെഡിക്കൽ എഞ്ചിനീയറിൽ നിന്നും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഇന്ന് വിവരങ്ങൾ തേടുമെന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ റിജു ദീപക് പറഞ്ഞു. ആശുപത്രിയിലെ ഉപകരണങ്ങളുടെ പരിപാലനം ബയോമെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റേതാണ്. ജീവനക്കാരിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിയും. അതേസമയം അപകട സമയത്തുണ്ടായ മരണങ്ങളെക്കുറിച്ചും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ കാര്യങ്ങളിലും കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള 5 അംഗ സമിതിയും അന്വേഷണം നടത്തും. CCTV ദൃശ്യങ്ങൾ, ആശുപത്രി രജിസ്റ്ററുകൾ, സംഭവ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മെഡിക്കൽ ഓഫീസർ, ഡോക്ടർമാർ, ജീവനക്കാർ, നഴ്സുമാർ തുടങ്ങിയവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. ഇന്നു മുതൽ പൊട്ടിത്തെറി ഉണ്ടായതിനെ തുടർന്ന് സീൽ ചെയ്ത PMSSY ബ്ലോക്ക് ഭാഗികമായി തുറക്കുമെന്ന് കഴിഞ്ഞ ദിവസം ആശുപത്രി സന്ദർശിച്ച DME ഇൻചാർജ് വിശ്വനാഥൻ അറിയിച്ചിരുന്നു. ആശുപത്രി സന്ദർശിച്ച DME സൂപ്രണ്ട്, ജീവനക്കാർ, CP യൂണിറ്റിലെ ബാറ്ററികൾ സ്ഥാപിച്ച കമ്പനി ഉദ്യോഗസ്ഥർ എന്നിവരിൽ നിന്നും വിശദീകരണവും തേടിയിരുന്നു. മെഡിക്കൽ കോളേജിൽ താൽക്കാലികമായി തയ്യാറാക്കിയ പുതിയ അത്യാഹിത വിഭാഗവും പൂർണ്ണസജ്ജമായി ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. ജനം, കോഴിക്കോട്.